പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കോൺഗ്രസിൽ ഒരു ഏജൻ്റുണ്ട്, കോൺഗ്രസിൽ ഒരു ചാരനുണ്ട്. അയാളുടെ പേരാണ് ശ്രീമാൻ ആർ ചന്ദ്രശേഖരൻ. അദ്ദേഹം ചെറിയ ആളൊന്നുമല്ല. അദ്ദേഹം അവരുടെ രാഷ്ട്രീയകാര്യ സമിതി, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടെന്ന് തോന്നുന്നു. അതിനേക്കാളൊക്കെ ഉപരി ലക്ഷക്കണക്കിന് തൊഴിലാളികളുള്ള INTUC-യുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ആർ ചന്ദ്രശേഖരൻ. എത്രയോ പതിറ്റാണ്ടുകളായിട്ട് INTUC-യിലെ ഏക ഛത്രാധിപതി ആണ് ആർ ചന്ദ്രശേഖരൻ. ആരാലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു നേതാവ്. അയാൾ പിണറായിയുടെ ആളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അയാൾക്കെതിരെ അയാൾ കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാനായിരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കേസ് വന്നു. ആ കേസിൽ അയാൾ 3-ാം പ്രതിയായിരുന്നു. ആ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ഹൈക്കോടതിയാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിൽ അയാളെ 3-ാം പ്രതിയാക്കി അന്വേഷണ റിപ്പോർട്ട് CBI കൊടുത്തു. സ്വാഭാവികമായും തുടർ നടപടികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിചാരണ തുടങ്ങുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് സാങ്ഷൻ വേണമായിരുന്നു ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ. അങ്ങനെ CBI സർക്കാരിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇത് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നേതാവും INTUC-യുടെയൊക്കെ ആണല്ലോ, ഭരിച്ചുകൊണ്ടിരുന്ന CPM ആണല്ലോ 2020. പക്ഷേ പിണറായി വിജയൻ എന്ത് ചെയ്തു? പിണറായി വിജയൻ ഈ ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തില്ല. അത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധമായിരുന്നു അവർ തമ്മിലുള്ളത്. ഏതോ ഒരു സമയത്ത് അയാൾ INTUC-യുടെ പ്രസിഡൻ്റായിട്ടിരുന്നപ്പോഴത്തേക്കും നടത്തിയ ഒരു സത്യാഗ്രഹം എന്തോ UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് KM എബ്രഹാം എന്ന് പറയുന്ന ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള KM എബ്രഹാമിൻ്റെ നിലപാടുകൾക്കെതിരെ UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ നടത്തിയ ഒരു അനിശ്ചിതകാല സമരം അന്ന് അവസാനിപ്പിച്ചത് അന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനായിരുന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ഗാഠമാണ്, ഗാഠം. അതുപോലെ തന്നെ ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ളൊരു K രതീഷുണ്ട്. ഏത്? ഈ അഴിമതി കേസിൽ. അയാളിപ്പോൾ ഖാദി ബോർഡിൽ എന്തോ ഉന്നത പദവിയിൽ എത്രയോ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ അഴിമതി കേസിലെ 1-ാം പ്രതി. 3-ാം പ്രതിയാണ് ചന്ദ്രശേഖർ. സുഹൃത്തുക്കളെ, എന്താണ് ഈ സംഭവം? എന്താ ഈ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ഇയാൾ ചെയർമാനായിരുന്ന കാലഘട്ടത്തിലും വേറൊരു കാസിം ചെയർമാനായിരുന്ന, രണ്ടുപേരും ചെയർമാന്മാരായിരുന്ന കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കശുവണ്ടി ഇറക്കുമതിയും അതിൻ്റെ ടെൻഡറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു. ആ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്ട് അതിനെതിരെ കടകംപള്ളി മനോജ് എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ കേസ് കൊടുത്തു, ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയിൽ കൊടുത്തത് 2014-ലായിരുന്നു. 2015 ഹൈക്കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ചു. 4 പേരെ പ്രതി ചേർത്തു. അതിൽ 1-ാം പ്രതി K രതീഷ്, 2-ാം പ്രതി കശുവണ്ടി വികസന കോർപ്പറേഷനിൽ 2006 മുതൽ 2011 വരെ ചെയർമാനായിരുന്ന ഈ കാസിം, 3-ാം പ്രതി ആർ ചന്ദ്രശേഖരൻ, അയാൾ 2012 മുതൽ 2015 വരെ അയാൾ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഉടമയായിട്ടുള്ള ജെയ്മോൻ ജോസഫ്. 4 പേർക്കെതിരെ 4 പേരെ CBI പ്രതി ചേർത്തു. 120B, 420 IPC, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ 13(1)D ഇതെല്ലാം കൂടെ വെച്ചിട്ട് അവർക്കെതിരെ അവരെ പ്രതിയാക്കി. അതിനുശേഷം CBI അന്വേഷിച്ചു. CBI അന്വേഷിച്ച് 4 പേരും കുറ്റക്കാരാണെന്ന് കണ്ടു. പക്ഷേ അതിനിടയിൽ 2-ാം പ്രതി കാസിം മരിച്ചുപോയി. അന്തിമ റിപ്പോർട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് അവർ സാങ്ഷൻ അപേക്ഷിച്ചു. 2020 എന്ന് പറയുമ്പോൾ പിണറായി സർക്കാരാണല്ലോ. അവരുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാഷ്യൂ ആ സെക്രട്ടറി എടുത്ത് ഇത് കൊടുത്തു, പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിച്ച് ചോദിച്ചു. പക്ഷേ കൊടുത്തില്ല. അതിനെ തുടർന്ന് CBI സ്പെഷ്യൽ ജഡ്ജ് തിരുവനന്തപുരം CBI കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് വിചാരണ തുടങ്ങാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോയപ്പോൾ 2022 1-ാം പ്രതി K രതീഷും 3-ാം പ്രതി ആർ ചന്ദ്രശേഖരനും അന്തിമ റിപ്പോർട്ട് തള്ളണമെന്നും എല്ലാ തുടർ നടപടികളും അവസാനിപ്പിക്കണമെന്നും പ്രോസിക്യൂഷന് സാങ്ഷൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. 2022 പരാതിക്കാരൻ കടകംപള്ളി മനോജായിരുന്നു. 1-ാം പ്രതി K രതീഷിൻ്റെ വക്കീൽ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വക്കീലായിരുന്നു. 3-ാം പ്രതി ആർ ചന്ദ്രശേഖരന് വേണ്ടി പ്രമുഖനായിട്ടുള്ള മാർട്ടിൻ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷകൻ ഹാജരായി. പരാതിക്കാരന് വേണ്ടി D അനിൽകുമാർ, എൻ്റെ ദീർഘകാല സുഹൃത്താണ്. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ ആയിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് D അനിൽകുമാർ. CBIക്ക് വേണ്ടി ശ്രീലാൽ വാര്യരും ഹാജരായി. സുഹൃത്തുക്കളെ, ആ കേസിൽ ജൂലൈ 24 എന്നാണ് എൻ്റെ ഓർമ്മ, ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് ഒരു 43 പേജുള്ള ഒരു വിധിന്യായം കൊണ്ടുവന്നു. ആ വിധിന്യായത്തിൽ ഈ കൗസർ ഇടപ്പകത്ത് 2-3 കാര്യങ്ങൾ പരിശോധിച്ചു. ഒന്നാമതായി അയാൾ പരിശോധിച്ച കാര്യം സർക്കാരിൽ സാങ്ഷൻ വേണോ, അതാണ് ഒന്നാമത് അദ്ദേഹം പരിശോധിച്ചത്. രണ്ടാമത് അദ്ദേഹം പരിശോധിച്ചത്
സാങ്ഷന് തിരസ്കരിച്ചത് നിയമപരമാണോ അല്ലേ? അതാണ് രണ്ടാമത് അദ്ദേഹം പരിശോധിച്ചത്. മൂന്നാമത് അദ്ദേഹം പരിശോധിച്ചെന്താ? മൂന്നാം പ്രതിക്കെതിരെ അന്തിമ റിപ്പോർട്ടിൽ കണ്ടുപിടിച്ചിട്ടുള്ള കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണോ, നിലനിൽക്കത്തക്ക തരത്തിലുള്ള കുറ്റമാണോ എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താ? നാലാമത്തെ കാര്യം, സാങ്ഷൻ ഇല്ലാതെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിച്ചത് ശരിയോ? ഇതായിരുന്നു ഈ ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് പരിശോധിച്ച 4 ചോദ്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 43 പേജുള്ള ജഡ്ജ്മെൻ്റാണിത്. അതിൽ സാങ്ഷൻ ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള ചോദ്യം അദ്ദേഹം വളരെ വിശദമായി അദ്ദേഹം പരിശോധിച്ചിട്ട് ഈ 1-3 പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിൻ്റെ സാങ്ഷൻ ആവശ്യമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ സാങ്ഷൻ തിരസ്കരിച്ചത് 2020 പിണറായി സർക്കാർ സാങ്ഷൻ തിരസ്കരിച്ചതിൽ അത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിൽ വിശദമായി അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? സാങ്ഷൻ തിരസ്കരിച്ചത് ശരിയായില്ല, അത് നിയമപരമല്ല എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, മൂന്നാം പ്രതിക്കെതിരെ അന്തിമ റിപ്പോർട്ടിൽ കണ്ടെത്തലുകളുണ്ടോ? മൂന്നാം പ്രതി എന്ന് പറഞ്ഞാൽ ആരാ? ഈ INTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെതിരെ CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ജഡ്ജി വിശദമായി പരിശോധിച്ചു. ആ പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ആർ ചന്ദ്രശേഖരനെതിരെ CBIയുടെ അന്തിമ റിപ്പോർട്ടിൽ കുറ്റങ്ങൾ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും അതിനകത്തുണ്ട്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താണ്? സാങ്ഷൻ ഇല്ലാതെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചത് ശരിയോ? അത് ശരിയാണെന്നും ജഡ്ജി കണ്ടുപിടിച്ചു. അപ്പം 4 കാര്യങ്ങൾ ജഡ്ജി പരിശോധിച്ചു. ഒന്ന്, ഈ കെ രതീഷ് എന്ന് പറഞ്ഞ ഒന്നാം പ്രതിയെയും മൂന്നാം പ്രതിയായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെയും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് സാങ്ഷൻ ആവശ്യമുണ്ടോ? ഇല്ല എന്ന് ജഡ്ജി പറഞ്ഞു. 2, ഈ ഒന്നാം പ്രതിക്കും മൂന്നാം പ്രതിക്കും പിണറായി സർക്കാർ സാങ്ഷൻ തിരസ്കരിച്ചത് നിയമപരമാണോ? അല്ല, നിയമപരമായിട്ടല്ല എന്ന് ജഡ്ജി കണ്ടുപിടിച്ചു. 3, മൂന്നാം പ്രതിക്കെതിരെ CBIയുടെ അന്തിമ റിപ്പോർട്ടിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ, തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകളുണ്ട് എന്ന് കണ്ടു. നാലാമത്തത്, സാങ്ഷൻ ഇല്ലാതെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിക്കാൻ തീരുമാനിച്ച ശരിയോ? ശരി എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ എന്താ അവസ്ഥ? എന്താ? ഈ ഒന്നാം പ്രതി കെ രതീഷിനെതിരെയും മൂന്നാം പ്രതി ആർ ചന്ദ്രശേഖരനെതിരെയും അസന്നിഗ്ധമായി കോടതി അതിൻ്റെ തീരുമാനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതിനകത്ത് പാരഗ്രാഫ് 26 പറയുന്നുണ്ട്, there are materials on record to connect the accused 1 and 3 with the crime. അതായത് കുറ്റകൃത്യവുമായി ഒന്നാം പ്രതി കെ രതീഷിനെയും മൂന്നാം പ്രതി ആർ ചന്ദ്രശേഖരനെയും ബന്ധപ്പെടുത്താനുള്ള രേഖകളുണ്ട്. 26 പാരഗ്രാഫിൽ പറയുകയാണ്, the investigation could establish conspiracy between accused 1 and 3 with accused number 4. ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും നാലാം പ്രതിയും ഗൂഢാലോചന നടത്തി എന്ന് അന്വേഷണത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. The final report, with the support of so many materials collected during the investigation, finds that accused number 1 and 3, with a dishonest intention to cheat KSCDC, discarded the government policy to locally purchase Kerala origin raw nuts and resorted to procuring imported nuts to favor accused number 4, thereby causing substantial loss to KSCDC and corresponding gain to accused number 4. വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഇതും പറഞ്ഞിരിക്കുകയാണ്. ഫൈനൽ റിപ്പോർട്ടിൽ പറയുന്നത് ഒരുപാട് രേഖകളുടെ അടിസ്ഥാനത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷനെ വഞ്ചിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ റോ ആയിട്ടുള്ള കശുവണ്ടി വാങ്ങുന്നതിന് പകരം വിത്ത് ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ ടു ചീറ്റ് KSCDCയെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഡിസ്കാർഡഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് പോളിസിയെ തള്ളിക്കളഞ്ഞുകൊണ്ട്
കേരള ഒറിജിൻ റോ നട്ട്സ് വാങ്ങുന്നതിന് പകരം 4ാം പ്രതിയായിട്ടുള്ള കമ്പനി ഉടമയെ സഹായിക്കാൻ വേണ്ടി ഇറക്കുമതി ചെയ്ത കശുവണ്ടി വാങ്ങിക്കുകയും 4ാം പ്രതിക്ക് ഗുണമുണ്ടാക്കുകയും കശുവണ്ടി വികസന കോർപ്പറേഷന് നഷ്ടമുണ്ടാക്കുകയും ചെയ്തു. 1 പ്രതി ആയിട്ടുള്ള കെ രതീഷ്, 3ാം പ്രതിയായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ. ദസ് ദ ഫാക്ട്സ് റിവീൽഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ഡിസ്ക്ലോസ്ഡ് എ പ്രൈമാ ഫേസി കേസ് അഗൈൻസ്റ്റ് അക്യൂസ്ഡ് നമ്പർ 1 and 3. അതുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് പ്രഥമദൃഷ്ട്യാ തെളിഞ്ഞിട്ടുള്ളത് 1ാം പ്രതിക്കെതിരെയും 3ാം പ്രതിക്കെതിരെയും കേസുണ്ട് എന്നുള്ളതാണ്. പ്രൈമാ ഫേസി പ്രഥമദൃഷ്ട്യാ കേസുണ്ട് എന്നുള്ളതാണ്. When a prima facie case is made out, the jurisdiction vested with the court to quash the proceedings under 482 cannot be invoked. അതുകൊണ്ട് ഇന്ന് കേസിൻ്റെ നടപടിക്രമങ്ങൾ റദ്ദാക്കുന്നതിനാവശ്യമായിട്ടുള്ള 482 CRPC അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? എന്താ ഈ INTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ കശുവണ്ടി വികസന കോർപ്പറേഷന് നഷ്ടമുണ്ടാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായി കേരളത്തിൽ നിന്ന് തൊലികളയാത്ത കശുവണ്ടി മേടിക്കുന്നതിന് പകരം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത കശുവണ്ടി വാങ്ങിക്കുകയും 4ാം പ്രതിയായിട്ടുള്ള കമ്പനി ഉടമയെ സഹായിക്കുകയും ചെയ്തു എന്ന് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ 26ാം പേജിൽ ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എഴുതി വച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സാങ്ഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച ആ തീരുമാനം 3 മാസത്തിനുള്ളിൽ പുനഃപരിശോധിക്കണം എന്ന് കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇയാൾ കുറ്റം ചെയ്തു എന്നല്ലേ? കെ രതീഷ് എന്ന് പറഞ്ഞാൽ ലോക അഴിമതിക്കാരനാണ്. അവൻ്റെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ആരാ? INTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ്, രാഷ്ട്രീയ കാര്യസമിതിയോ അതിൽ അംഗം പോലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ കശുവണ്ടി വികസന കോർപ്പറേഷനെ വഞ്ചിക്കുന്നതിന് വേണ്ടി 1ാം പ്രതിയും 4ാം പ്രതിയുമായി ഗൂഢാലോചന നടത്തിയെന്ന് കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ജഡ്ജ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയലേശമന്യേ പറയുമ്പോൾ അയാൾ INTUC സംസ്ഥാന പ്രസിഡന്റ് പുറത്താക്കുകയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണ്ടേ സുഹൃത്തുക്കളെ? കോൺഗ്രസ് പുറത്താക്കണ്ടേ അയാളെ? പക്ഷേ അതിനൊന്നുമുള്ള ആർജവും ഇച്ഛാശക്തി നട്ടലൊന്നും കോൺഗ്രസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കോൺഗ്രസിനതൊന്നുമില്ല. നട്ടലുണ്ടെങ്കിൽ സുധാകരനും സതീശനും കൂടെ ചേർന്ന് അയാളെ ഇപ്പം തന്നെ എടുത്ത് പുറത്തേക്ക് കളയണം. പക്ഷെ അതൊന്നും കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ പോകാനാണ് എല്ലാ സാധ്യതയും. കാരണം പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനാണ് ആർ ചന്ദ്രശേഖരൻ. അയാളെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടെന്നാണ് 2020 പിണറായി സർക്കാർ പറഞ്ഞത്. ആ തീരുമാനം എടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞോളാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ കോൺഗ്രസിലുള്ള INTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള തൻ്റെ സുഹൃത്തിനെ സഹായിക്കാൻ സുപ്രീം കോടതി പോകാനാണ് സാധ്യത. എല്ലാ സാധ്യത അതിനാണ്. കാരണം അഴിമതിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ അയാളുടെ പ്രഖ്യാപിത നയം. അത് പാർട്ടിയിലായാലും പുറത്തായാലും. പക്ഷേ എനിക്ക് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത്, ഇനിയെങ്കിലും ഈ അഴിമതിക്കാരനെ എടുത്ത് ചവിട്ടോട്ടയിലേക്ക് വലിച്ചെറിയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അഴിമതിക്കെതിരെ ഒരു സമരവും പിണറായി വിജയനെതിരെ നടത്താൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, ഒരു യോഗ്യതയുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയും എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം.